നല്ലതാണ്. കോമഡി സെൻറ്റിമെൻറ്റ് ഫാമിലി പടമാണ്. അസീസ് അനജിലുണ്ട്, ഷിജു മറ്റേ ഗോപോ എന്ന് പറഞ്ഞ കോമഡിയിലുണ്ട്. യാതൊരു ലാഗൊന്നുമില്ല, നല്ല മെസ്സേജും ഉണ്ട് ക്ലൈമാക്സിൽ. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. വാഴയുടെ അത്രയും കോമഡി വരില്ല, നല്ലൊരു സ്ക്രിപ്റ്റാണ്. കോമഡി മാത്രമല്ല, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഫാമിലി പടം കൂടിയാണ്. വാഴ പോലെ പ്യൂർ കോമഡിയല്ല, നല്ല മെസ്സേജ് ഉണ്ട് ക്ലൈമാക്സിൽ. അങ്ങനെ യാതൊരു ലാഗൊന്നുമില്ല, സ്ക്രിപ്റ്റ് ഉപകരണമാണ്. ഫാമിലി പടമാണ്, ഫാമിലി പടം, യാതൊരു ലാഗൊന്നുമില്ല. പിന്നെ അസീസ് അനജിലുണ്ട്. എല്ലാം കൊണ്ട് നല്ല ഒരു ഫാമിലി കോമഡി ആവശ്യത്തിനുണ്ട്. പ്യൂർ കോമഡി അല്ല, കോമഡി ആവശ്യത്തിനുണ്ട്. കോമഡി ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. മല്ലിക സുകുമാരൻ, അനശ്വരാജ് എല്ലാം നന്നായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് നല്ലതാണ്, നല്ല സ്ക്രിപ്റ്റാണ്. സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് സിനിമ അഭിനയിക്കുന്നത്. നല്ല സന്തോഷമുണ്ട്. ഓഡിയൻസിനൊപ്പം കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഓഡിയൻസിനൊപ്പം കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷം. സ്ക്രീനിൽ എങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണണം, ആരും മിസ് ചെയ്യരുത്. കാരണം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവിയാണിത്. അതുകൊണ്ട് എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യണം. നേരിട്ട് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. താങ്ക് യു. സിനിമ നല്ലതല്ലേ? നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും സന്തോഷമാണ് കണ്ടിട്ട് തോന്നിയത്. നന്നായിട്ടുണ്ടെന്നാണ് തോന്നിയത്. എനിക്ക് സിനിമ മൊത്തത്തിൽ ഇഷ്ടമായി. ഞാനൊരു നല്ല ക്യാരക്ടർ ചെയ്തു. വളരെ സന്തോഷം. ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും സിനിമ കാണണം. വളരെ സത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ്. ആനുകാലിക വിഷയങ്ങൾ, ഒരു മരണ വീട്ടിൽ നടക്കാവുന്ന, നമ്മളെപ്പോഴും മരണ വീട്ടിൽ നമ്മൾ കരഞ്ഞ് ആലോചിക്കുന്ന പല കാര്യങ്ങൾക്കുള്ളിലും പല കോമഡികളും നടക്കാറുണ്ട്. ജാതി, മതം, രാഷ്ട്രീയം പലതും കലർത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പൊളിറ്റിക്കൽ സറ്റയറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സിനിമ വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ല സിനിമ. തനി നാട്ടുമ്പുറത്തിൻ്റെ ഒരു കഥ വളരെ നന്നായിട്ടുണ്ട്. നല്ലവണ്ണം നന്നായിരുന്നു. പടം എങ്ങനെയുണ്ടായി? സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായി? കൂടുതലൊന്നും പറയാനില്ല, അതിന് മാത്രം ഭയങ്കര ഒരു ഫ്രഷ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. നല്ല കോമഡികളൊക്കെ ഉണ്ട്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? ഓഡിയൻസിന്റെ കൂടെ കണ്ടപ്പോ അടിപൊളി. നിങ്ങൾ കേട്ട ടൈപ്പ് പറയണേ. ചിരിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, നല്ലൊരു മെസ്സേജും ചെന്നിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ നല്ലതാണ്. BGM കൊള്ളാവുന്ന ഫിലിമാണ്. നല്ല ഫിലിം. താങ്ക് യു. അങ്കിത് മേനോന്റെ പപ്പയായത്. പപ്പയും മമ്മി. എങ്ങനെ ഇഷ്ടപ്പെട്ടാണോ? ഇഷ്ടപ്പെട്ടു. സുമിചേട്ടാ ഭയങ്കര സന്തോഷം ബ്രോ. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും നാൾ നമ്മൾ ഓരോന്ന് ചെയ്തത്. സന്തോഷം. ഓഡിയൻസിനോട് ഈ ഒരു ചെറിയ പടം നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറച്ച് പേരോടൊക്കെ പറഞ്ഞ് ഇതൊന്ന് വിജയിപ്പിച്ചതാണ്. നമ്മളെപ്പോലുള്ള ഒരുപാട് പുതിയ ആൾക്കാർ ഈ പടത്തിലുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. താങ്ക് യു. ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ചൊന്നും പറയാൻ അറിയാൻ വയ്യ. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും അഭിപ്രായം എല്ലായിടത്തും പറയുക. ഇഷ്ടപ്പെട്ടോ പടങ്ങൾ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലായിടത്തും പറയുക. ഓക്കെ, കണ്ടു നോക്കുക. ചെറിയ സിനിമയാണ്, 2 മണിക്കൂറുള്ള സിനിമയാണ്. എല്ലാവർക്കും 2 മണിക്കൂർ വളരെ സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയാൻ വയ്യ. ഓക്കെ, താങ്ക് യു. എല്ലാവരും കാണും. ഓക്കെ. ഒന്നും പറയാനില്ല. ഇല്ല, നല്ല സിനിമയാണ്. നല്ല സിനിമയാണ്. ഒരുപാട് സന്തോഷം. എന്താ? താങ്ക് യു. താങ്ക്സ്. ഇറങ്ങട്ടെ. താങ്ക് യു. ബൈ. എല്ലാവരും ഭയങ്കര കൈയടിയായിരുന്നു. എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. ഹാപ്പിയാണ് ബ്രോ. പടം എന്താണ് പറയാനുള്ളത്? നമ്മളെ പടം വളരെ ചെറിയൊരു പടമാണ്. ഹ്യൂമറിന് ഒരു കുറവില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അത് മാത്രമേ പറയാനുള്ളൂ.
നിർബന്ധം പിടിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഏത് കാലത്തും പറയാറുണ്ട്, നമ്മുടെ സ്വന്തം അവനവൻ്റെ മക്കൾ ചെയ്യണേലും അപ്പുറമല്ല വേറെ ആരെങ്കിലും ചെയ്യണത്. ആ ഒരു കാര്യം ഇതിൽ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്തു. ശരിയും തെറ്റും എന്നല്ല ഞാൻ പറയണത്, പക്ഷെ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഞാൻ വിശ്വസിക്കുന്ന ആ കാര്യമാണ് ഇപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. അത് ഒരു സാമൂഹികമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. അതങ്ങനെ അതൊരു കുറേ ഡിസ്കഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും കാണട്ടെ. വളരെ ഇഷ്ടമായി മാഡം. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായി ഓഡിയൻസിനൊപ്പം കണ്ടപ്പോൾ? നല്ല രസമുണ്ടായിരുന്നു, നല്ല രസം, എല്ലാം സന്തോഷമാവും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അവസാനത്തെ പിന്നെ അസീസിൻ്റെ ഡയലോഗാണ് എനിക്ക് ഏറ്റവും പഞ്ചായിട്ട്. വാഴയ്ക്ക് ശേഷം ശരിക്കും അസീസ് പറഞ്ഞതാണ് ശരിയാ, ഏറ്റവും കൈയടിച്ചത് ആ സമയത്താണ്. അതെ, ഒരുപാട് ശരിയാ, നല്ല സമാധാനമായിട്ട് കണ്ടോണ്ടിരിക്കും. ഭയങ്കര ട്വിസ്റ്റുകളോ അങ്ങനത്തുള്ള പക്ഷെ കണ്ടാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് സന്തോഷം. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും സിനിമ കാണണം. റിവ്യൂ തരണം. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി അടിപൊളി. ഞങ്ങളെല്ലാവരും ഉണ്ട് അതിനകത്ത്, സിനിമയുടെ ഭാഗമാണ്. അപ്പം നിങ്ങളാണ് ഇനി കണ്ടിട്ട് നമ്മളെ അടുത്ത് റിവ്യൂ പറയേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. കണ്ടപ്പോൾ അടിപൊളി. എല്ലാവരും ചിരിച്ചോ കരഞ്ഞോ എല്ലാം ഉണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ടായിരുന്നു. അതെ, ഇത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറയേണ്ടത്. കാരണം എല്ലാ ഇമോഷൻസും വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെ ഇന്നൊരാളെ എടുത്തു പറയാൻ അങ്ങനെയില്ല. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അവരെല്ലാവരും അവരുടെ പോർഷൻസ് അടിപൊളിയായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളാണ് ഇനി വിലയിരുത്തേണ്ടത്. അത്രേ ഉള്ളൂ. അതാണ് കോമഡി ആണോ എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് കോമഡി ഉണ്ട്, എന്നാൽ ഇമോഷൻസ് അല്ലാണ്ട് നമ്മൾ ഒന്ന് കണ്ണ് നനഞ്ഞിട്ട് നമുക്ക് ക്ലൈമാക്സ് കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനും പറ്റുള്ളൂ. അപ്പം എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മുതൽ വയസ്സായവർക്ക് അങ്ങനെ ഇന്ന ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. താങ്ക് യു.